ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഷർട്ട് കൊണ്ടാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ടോപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഷർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം ലെങ്ത്തും വീതിയൊക്കെ ഉള്ള ഷർട്ട് എടുക്കുക. കുറച്ച് കൂടുതൽ ഫ്രില്ലൊക്കെ കിട്ടും. ഷർട്ടിലാണെങ്കിൽ ആ കീറിയ പോലത്തെ സ്ലീവിൻ്റെ ഡിസൈൻ ഭയങ്കര ഇടങ്ങേറായി. നമ്മൾ ആദ്യം ഇതിൻ്റെ കോളറൊന്ന് കട്ട് ചെയ്തെടുക്കണം. തുന്നയിച്ചെടുക്കലൊക്കെ ഭയങ്കര ചൊറപ്പണിയാണ്, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് തന്നെ എടുക്കും. എന്നിട്ട് ആ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ വേണേലൊന്ന് തുന്നയിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ യോക്ക് പോർഷന് എത്ര വേണ്ട വെച്ചാൽ അതുപോലെ അടയാളപ്പെടുത്തുക. ഞാനിവിടെ 12 എടുക്കണേ. നമുക്ക് വേണ്ട എത്രയാണോ അതിൻ്റെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ കർവിൽ വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ യോക്ക് പോർഷൻ്റെ ഭാഗത്തേക്കൊന്ന് വരക്കുക. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും. ഇനി അടിയത്തെ പോർഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പോർഷൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് പോർഷൻ വരുന്ന ആ ഭാഗം ഒന്ന് തുന്നയിച്ചെടുത്തിട്ടാണ് യോജിപ്പിച്ചെടുക്കേണ്ടത്. തുന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കീറാതെ എടുക്കുക. ഞാൻ പണ്ട് ഈ ഷർട്ട് ഒന്ന് ചെറുതാക്കിയപ്പോൾ ബാക്കി വന്ന പോർഷൻ എടുത്ത് വെച്ചിരുന്നു, ആ ഭാഗം എടുക്കുന്നുണ്ട്. ഫ്രില്ല് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. എക്സ്ട്രാ പീസ് ഉള്ളതിൽ കുഴപ്പമൊന്നുമില്ല. ആ 2 പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അതാ ഇതുപോലെ കിട്ടും. തുന്നയിച്ചെടുത്തിട്ടൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം, നല്ലതായിരിക്കും. നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ്റെ ഏറ്റവും വലിയ സ്റ്റിച്ച് ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഫ്രില്ല് വരും. എന്നിട്ട് ആ അപ്പർ പോർഷന് അനുസരിച്ച് ആ ഫ്രില്ലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇത് രണ്ടും വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള ഭാഗമല്ലേ, അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി മിഡിൽ പോർഷനൊക്കെ നോക്കി അതിനനുസരിച്ച് ആ ഫ്രില്ല് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെറ്റായി. സ്ലീവ്സിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫുൾ സ്ലീവ് ആക്കാൻ വെച്ചായിരുന്നു, പക്ഷേ ആ ഡിസൈൻ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഡിസൈൻ അധികം ഇല്ലാത്ത പോർഷൻ വെച്ചിട്ട് ഇതുപോലെ സ്ലീവ് രണ്ടും കട്ട് ചെയ്ത്. കോളറിന് എനിക്ക് ഷർട്ടിൻ്റെ ക്ലോത്ത് തികയാത്ത ഏകദേശം ചേരുന്ന ഒരു ജീൻസ് എടുത്ത് അതിൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അതേ കളറ് സ്ലീവിൻ്റെ അറ്റത്തും നമ്മൾ വെച്ചുകൊടുക്കും. നമ്മൾ 3.5 ഇഞ്ച് വീതിയിലും പിന്നെ ആ സ്ലീവിൻ്റെ അതേ ലെങ്ത്തിലും എടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് മുറിച്ചെടുക്കും. എന്നിട്ട് ഇതാ ഈ റോങ് സൈഡ് ഇതുപോലെ വെച്ചിട്ട് മറിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച്. സ്ലീവിൽ മെയിനായിട്ട് അതേ ഉള്ളൂ. ഈ ഡ്രസ്സിൻ്റെ ക്യൂട്ടായിട്ടുള്ള പോർഷൻ അതിൻ്റെ കോളറാണ്. കോളറിന് വേണ്ടിയിട്ട് കുറച്ച് വീതി ക്ലോത്ത് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകൾക്ക് ഇതാ ഫുൾ ലെങ്ത്തിൽ ഈ നെക്കൊന്ന് ഇതുപോലെ വെച്ച് വരച്ചെടുക്കുക. ബട്ടൻ്റെ പോർഷൻ്റെ അവിടെ വരെ മതി. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുന്നോട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരക്കുക. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ ചുറ്റിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള വേറൊരു ക്ലോത്ത് എടുത്തിട്ട് മുറിച്ച പീസിൻ്റെ റോങ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചുറ്റും ഇതുപോലെ സ്റ്റിച്ചിന് തട്ടാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മറിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. കോളറിൻ്റെ മിഡിലും പിന്നെ ഷർട്ടിൻ്റെ ബാക്ക് പോർഷൻ്റെ മിഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. സ്റ്റോറേജ് ഫുള്ളായത് കൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക. മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ. സ്ലീവിൽ ആ സ്ക്രാച്ച് ഉള്ള ഡിസൈനിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കോളറിൻ്റെ സെയിം ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മേലെ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങും റീക്രിയേഷനൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.